സർക്കാർ കോൺട്രാക്റ്റുകൾ നൽകുമ്പോൾ അതിൽ മതപരമായ സംവരണം നൽകാനുള്ള കർണാടക സർക്കാരിൻ്റെ തീരുമാനം ചോദ്യം ചെയ്യപ്പെടുകയാണ്. കർണാടക സർക്കാരിൻ്റെ കരാറുകൾ അത് നൽകുന്ന സമയത്ത് മുസ്ലിങ്ങൾക്ക് 4% സംവരണം നൽകണം എന്നുള്ളതാണ് പുതിയ നിയമ ഭേദഗതി. 1999 കർണാടക ട്രാൻസ്പാരൻസി ആൻഡ് പബ്ലിക് പ്രൊക്യൂർമെൻറ്റ് ആക്ടിൽ ഭേദഗതി വരുത്തിയാണ് പുതിയ നയം സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഭരണഘടനാ തത്വങ്ങൾക്കെതിരാണെന്നാണ് പ്രതിപക്ഷങ്ങൾ ആരോപിക്കുന്നത്. ഒരു മതത്തെ മറ്റൊന്നിനു മുകളിൽ പ്രതിഷ്ഠിക്കാനുള്ളൊരു നീക്കമാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഭരണഘടനാപരമായി സംവരണം നൽകുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾക്കാണ്. നൂറ്റാണ്ടുകളായി ജാതീയതയുടെ പീഡനം അനുഭവിച്ച സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ ഉദ്ധരിക്കാനാണ് സംവരണം കൊണ്ടുവന്നത്. എന്നാൽ ഇവിടെ മതപരമായ അടിസ്ഥാനത്തിലാണ് കർണാടകയിലെ സർക്കാർ സംവരണം കൊണ്ടുവരുന്നത്. ഇത് സമത്വ ഭാവനയ്ക്കെതിരാണ്, മതവിഭാഗങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ് എന്ന ആരോപണം ഉയർന്നു കഴിഞ്ഞു. കർണാടകയിലെ തങ്ങളുടെ സർക്കാർ മുസ്ലിം സൗഹൃദ സർക്കാരാണെന്ന സിദ്ധരാമയ്യയുടെ പ്രഖ്യാപനത്തെ അടിവരയിട്ട് അംഗീകരിക്കുന്നതാണ് പുതിയ നിലപാട്. എന്നാൽ ഇത് മറ്റു സമുദായങ്ങളുടെ അവകാശങ്ങളെ അല്ലെങ്കിൽ അവരുടെ പരിഗണന അത് ഇല്ലാതാക്കുന്നതാണ് എന്നുള്ളതാണ് ആരോപണം. അത് സാമൂഹ്യമായ ഒരു അസന്തുലിതാവസ്ഥയുണ്ടാക്കുന്നു, അൺട്രസ്റ്റ് ഉണ്ടാക്കുന്നു എന്ന ആരോപണം ഉയർന്നു കഴിഞ്ഞു. സംവരണ ആനുകൂല്യങ്ങൾ ജാതീയമായി അല്ലെങ്കിൽ സാമുദായികമായ പിന്നോക്കാവസ്ഥയുള്ളവർക്കാണ് സംവരണം നൽകുന്നത്. അത് പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും മറ്റ് സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കുമാണ് സംവരണം നൽകേണ്ടത്. മതപരമായ സംവരണം ഭരണഘടനാ വിരുദ്ധമാണ്. എന്നാൽ ഭരണഘടനയെ കാറ്റിപ്പുറത്തിക്കൊണ്ട് ഭരണഘടനാ തത്വങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് കർണാടകയിലെ സർക്കാർ ആദ്യമായിട്ട് സംവരണം ഏർപ്പെടുത്തുന്നത്. അതിനായാണ് ഇപ്പോൾ കർണാടക സർക്കാർ കർണാടക ട്രാൻസ്പെറൻസി ആൻഡ് പബ്ലിക് പ്രൊക്യൂർമെൻറ്റ് ആക്ടിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കർണാടകയിലെ സർക്കാരിൻ്റെ 5 വെൽഫെയർ സ്കീമുകൾക്കായി ഇലക്ഷനിൽ പ്രഖ്യാപിച്ച 5 വെൽഫെയർ സ്കീമുകൾ നടപ്പിലാക്കുന്നതിനായിട്ട് കർണാടക സർക്കാരിന് വേണ്ടത് 52,000 കോടി രൂപയാണ്. എന്നാൽ ഈ 52,000 കോടി രൂപ കണ്ടെത്താനായിട്ട് സർക്കാർ പാടുപെടുന്നു. അവരെന്താണ് ചെയ്യുന്നത്? പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള പദ്ധതികൾ, പട്ടികജാതിക്കാർക്കുള്ള ഷെഡ്യൂൾ കാസ്റ്റ് സബ് പ്ലാനും അതേപോലെ തന്നെ പട്ടികവർഗക്കാർക്കുള്ള TSB പദ്ധതിയും ആ പദ്ധതിയിൽ നിന്ന് പണം മാറ്റി ചെലവഴിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. അതായത് കർണാടകത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരുടെ ക്ഷേമത്തിന് ഉപയോഗിക്കേണ്ട പണം വകമാറ്റി ചെലവഴിച്ചാണ് ഇപ്പോൾ കർണാടക സർക്കാരിൻ്റെ വെൽഫെയർ ഗ്യാരണ്ടി സ്കീമുകൾ നടപ്പിലാക്കാൻ പോകുന്നത്. പട്ടികജാതി ഫണ്ടിൽ നിന്ന് ഏതാണ്ട് 35% ഈ പദ്ധതിയിലേക്ക് മാറ്റി കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പട്ടികവർഗ ഫണ്ടിൽ നിന്നും വലിയൊരു തുക ഈ പദ്ധതികളിലേക്ക് മാറ്റിയിരിക്കുന്നു. കർണാടക സർക്കാർ 5 പദ്ധതികളാണ് പുതുതായിട്ട് ആവിഷ്കരിച്ചിരുന്നത്. ഇലക്ഷൻ്റെ ഭാഗമായിട്ട് അവർ മുന്നോട്ട് വെച്ചത്, മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നത് ഗൃഹജ്യോതി സ്കീം, അതേപോലെ തന്നെ അന്നഭാഗ്യ സ്കീം, ശക്തി യോജന സ്കീം, ഗൃഹലക്ഷ്മി യോജന, യുവനിധി. ഓരോ പദ്ധതിക്കുമായിട്ടും കോടിക്കണക്കിന് രൂപയാണ് പട്ടികജാതി ഫണ്ട് ചെലവഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ 1,770 കോടി രൂപയുടെ പട്ടികജാതി ഫണ്ട് ഗൃഹജ്യോതി സ്കീമിലേക്ക് ചെലവഴിച്ച് വകമാറ്റിയിരിക്കുന്നു. 1,385 കോടിയുടെ പട്ടികവർഗ സ്കീം ഗൃഹജ്യോതി സ്കീമിലേക്ക് മാറ്റിയിരിക്കുന്നു. 815 കോടി രൂപയാണ് അന്നഭാഗ്യ സ്കീമിലേക്ക് പട്ടികജാതി ഫണ്ടിൽ നിന്ന് വകമാറ്റിയിരിക്കുന്നത്. അതേപോലെ തന്നെ പട്ടികവർഗ ഫണ്ടിൽ നിന്ന് 630.55 കോടി മാറ്റിക്കഴിഞ്ഞു. ശക്തി യോജന സ്കീമിലേക്ക് 834 കോടി രൂപയും ശക്തി യോജന സ്കീമിലേക്ക് പട്ടികവർഗ ഫണ്ടിൽ നിന്ന് 375 കോടിയും വകമാറ്റി ചെലവഴിച്ചു. ഗൃഹലക്ഷ്മി യോജനയിലേക്ക് പട്ടികജാതി ഫണ്ടിൽ 2,818 കോടിയും പട്ടികവർഗ ഫണ്ടിൽ നിന്ന് 1,041 കോടിയും മാറ്റി ചെലവഴിച്ചു. യുവനിധി സ്കീമിലേക്ക് 30.88 കോടി പട്ടികജാതി ഫണ്ടിൽ നിന്നും 13 കോടി രൂപ പട്ടികവർഗ ഫണ്ടിൽ നിന്നും ചെലവഴിച്ചു. ഇങ്ങനെ സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാപരമായ പരിരക്ഷ ലഭിക്കേണ്ട പട്ടികജാതി പട്ടികവർഗക്കാരെ അവഗണിക്കുന്ന സർക്കാർ മറുഭാഗത്ത് മതപരമായ സംവരണം ഏർപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇത് വലിയ സാമൂഹ്യ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ.